ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹിമാന്റെയും മുൻ LDF സർക്കാരിന്റെയും വാദങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞടങ്ങുന്നു. വിഷയത്തിൽ മുൻ മന്ത്രി ഉന്നയിച്ച എല്ലാ ന്യായീകരണങ്ങളെയും തികച്ചും തള്ളിക്കളഞ്ഞുകൊണ്ട് കായിക മന്ത്രി OJ ജനീഷ് ദില്ലിയിൽ വാർത്താ സമ്മേളനത്തിൽ അതിരൂക്ഷമായ കടന്നാക്രമണമാണ് നടത്തിയത്. സംസ്ഥാന ഭരണ സംവിധാനങ്ങളെ തികച്ചും ദുരുപയോഗം ചെയ്തുവെന്നും ചില സ്വകാര്യ വ്യക്തികൾക്കും കമ്പനികൾക്കും വഴിവിട്ട് കോടികളുടെ ലാഭമുണ്ടാക്കാൻ സർക്കാർ തണലിൽ വിചിത്രമായ വാണിജ്യ നാടകങ്ങൾ അരങ്ങേറിയെന്നും ജനീഷ് തുറന്നടിച്ചു. സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ലെന്ന വി അബ്ദുറഹിമാന്റെ വാദം കണ്ണുകെട്ടൽ മാത്രമാണെന്നും കായിക മന്ത്രി വ്യക്തമാക്കി. മെസ്സി തട്ടിപ്പിൽ പുറത്തുവരുന്ന ഓരോ രേഖകളും ഞെട്ടിക്കുന്ന അഴിമതിയിലേക്കും ക്രമക്കേടുകളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. വെറും 20 ദിവസം മാത്രം പഴക്കമുള്ള കേവലം 1 ലക്ഷം രൂപ മാത്രം മൂലധനമുള്ള ഗോടാഡ് എന്ന പേപ്പർ കമ്പനിയുടെ പശ്ചാത്തലം പോലും പരിശോധിക്കാതെയാണ് സ്പോൺസർഷിപ്പ് നീക്കങ്ങൾ നടത്തിയത്. കായിക വകുപ്പിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം റൂൾസ് ഓഫ് പ്രൊസീജിയർ പൂർണ്ണമായും കാറ്റിൽ പറത്തിയാണ് മുൻ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ പ്രപ്പോസൽ എത്തിയത്. സ്പോൺസറെ തെരഞ്ഞെടുത്തതിൽ യാതൊരുവിധ ഔദ്യോഗിക മാനദണ്ഡങ്ങളോ ഉത്തരവുകളോ ഫയലുകളില്ല. മാത്രവുമല്ല, ഈ ദുരൂഹ ഇടപാടിലൂടെ ലഭിക്കുന്ന കോടികളുടെ ലാഭവിഹിതം ആരുടെ പോക്കറ്റിലേക്കാണ് പോകേണ്ടിയിരുന്നതെന്ന കാര്യത്തിലും ഒരുവിധ വ്യക്തതയുമില്ല. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മുൻ കായിക മന്ത്രിയുടെ കള്ളക്കളികൾ ഒന്നൊന്നായി വെളിച്ചത്താവുകയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടത് കായിക വകുപ്പിലെ ഉന്നതോദ്യോഗസ്ഥരാണെന്ന വാദം കള്ളമാണെന്ന് ഇമെയിൽ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. കായിക സെക്രട്ടറിയെയോ ഡയറക്ടറെയോ കളത്തിലിറക്കാതെ വി അബ്ദുറഹിമാൻ നേരിട്ടാണ് ഇമെയിൽ ആശയവിനിമയം നടത്തിയത്. ഈ ഔദ്യോഗിക സന്ദേശങ്ങളുടെ കോപ്പികൾ പോയത് സ്പോൺസർക്കും മുൻ മന്ത്രിയുടെ സുഹൃത്തും മലപ്പുറം സ്വദേശിയുമായ അമീറ ഐഷ് ബീഗം എന്ന സ്വകാര്യ വ്യക്തിക്കും. ദുരൂഹമായ പശ്ചാത്തലമുള്ള അമീറി ആരാണെന്നും ഈ ബിനാമി ബന്ധങ്ങൾക്ക് പിന്നിൽ എന്താണെന്നും മുൻ മന്ത്രി വ്യക്തമാക്കണമെന്ന് മന്ത്രി OJ ജനീഷ് ആവശ്യപ്പെടുന്നുണ്ട്. തട്ടിപ്പിന്റെ വിസ്തൃതി ഇവിടം കൊണ്ടും തീരുന്നില്ല. മുൻ മന്ത്രിയുടെ വിദേശ യാത്രകൾക്കായി മാത്രം പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് 14 ലക്ഷത്തോളം രൂപയാണ് ദൂർത്തടിച്ചത്. ഈ വിദേശ യാത്രകളെക്കുറിച്ചും കോടികളുടെ വാഗ്ദാനങ്ങളെക്കുറിച്ചും അന്നത്തെ മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നോ എന്നതും കൃത്യമായി പരിശോധിക്കും. 126 കോടി രൂപ നഷ്ടപ്പെട്ടതായി അവകാശപ്പെടുന്ന സ്വകാര്യ സ്പോൺസർ ആ തുക തിരികെ ലഭിക്കാൻ എന്തുകൊണ്ട് ഇതുവരെ പോലീസിലോ കോടതിയിലോ പരാതി നൽകിയില്ലെന്ന ചോദ്യവും തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട്. സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടന്ന വകുപ്പ് തല അന്വേഷണത്തിൽ ഇത് വ്യക്തമായ ചട്ടലംഘനവും വിദേശ നാണയ വിനിമയം മാത്രം ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പുമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. വിജിലൻസോ പ്രത്യേക അന്വേഷണ സംഘമോ അന്വേഷിക്കേണ്ട അതീവ ഗുരുതരമായ വിഷയമാണെന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിക്കഴിഞ്ഞു. മെസ്സിയുടെ പേര് പറഞ്ഞ് കായിക പ്രേമികളെ വഞ്ചിക്കുകയും ഭരണ സംവിധാനം ഉപയോഗിച്ച് സാമ്പത്തിക ക്രമക്കേട് നടത്തുകയും ചെയ്ത മുൻ LDF സർക്കാരിനും അബ്ദുറഹിമാനുമെതിരെ സമഗ്ര അന്വേഷണത്തിനൊരുങ്ങുകയാണ് നിലവിലെ ഭരണകൂടം.